രണ്ടുപേരിലേക്ക് വരാം. അല്ല, കെ എസ് അരുൺകുമാർ വന്നിട്ടുണ്ട്. ശ്രീ കെ എസ് അരുൺകുമാർ, ഇവിടെ എന്താണ് പറ്റിയത്? ഇവിടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അറിയിപ്പ് വന്നിരുന്നു ഇങ്ങനെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് എന്ന കാര്യം. ആദ്യം 2 പദ്ധതികൾ മാത്രമായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. അതൊന്ന് ദേശീയപാതകളുടെ 2 റീച്ചുകളുടെയും വികസനത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. പിന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ആ ഉദ്ഘാടനവുമായിരുന്നു. പിന്നീടാണ് മറ്റു വകുപ്പുകളുടെ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി വന്നത്. അപ്പോൾ ആദ്യം മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. മാർച്ച് 6 നടത്താനിരുന്നത് പിന്നീട് മാറ്റിവെക്കുകയുണ്ടായി. പുതിയ പദ്ധതികൾ ഇതിലേക്ക് വന്നു. മറ്റ് 2 മന്ത്രിമാരെയും ക്ഷണിച്ചു. അങ്ങനൊരു പ്രശ്നവും അവിടെ ഉണ്ടായില്ല. പക്ഷേ ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെ, പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്ത വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അറിയാമായിരുന്നു, സംസ്ഥാന സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടത് ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടി അരുൺ, ഇതാണോ സംഭവിച്ചത്? ഇവിടെ ബി.ജെ.പിയുടെ പ്രതിനിധി എത്ര കൗശലപൂർവ്വമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. കത്ത്, ഇൻവിറ്റേഷൻ, ക്ഷണക്കത്ത്, അതുപോലെ ഡയസ് പ്ലാൻ മാസങ്ങൾക്ക് മുമ്പേ ലഭിച്ചിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിന്റെ പേര് ഇല്ലാത്തത്? സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചില്ല എന്നതാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ആങ്കർ എന്ന രൂപത്തിൽ താങ്കളും അത് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കേരളത്തിന്റെ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കത്ത് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ആദ്യം സൂചിപ്പിച്ച ക്ഷണക്കത്തിനെ തുടർന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും കൃത്യമായി ആരൊക്കെയാണ് പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നത്, വേദിയിൽ ഇടേണ്ട കസേരകളുടെ എണ്ണം, പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം, അതിഥികൾ സംസാരിക്കേണ്ട സമയം തുടങ്ങി ബ്ലൂ ബുക്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഡയസ് പ്ലാൻ അതെന്നാണ് കേരളത്തിന് കിട്ടിയത്? ഒന്ന് ബി.ജെ.പി പ്രതിനിധിയോട് താങ്കൾക്കൊന്ന് ചോദിക്കാമോ? 1 മാസം സമയമുണ്ടായിരുന്നല്ലോ എന്നതാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ശരിയാണല്ലോ, 1 മാസം ഈ സംസ്ഥാന ഗവൺമെന്റ് മൗനം പാലിച്ചിട്ട് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇത് ഉപയോഗിക്കുന്നു എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വമുള്ള ശ്രമം ബി.ജെ.പിയും അതോടൊപ്പം കോൺഗ്രസും നടത്തുകയാണ്. താങ്കൾ ഏറ്റവും ആദ്യം ഇത്രയും നേരം 10-20 മിനിറ്റ് ബി.ജെ.പി പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും സംസാരിച്ചല്ലോ. എന്നാണ് ഈ ഡയസ് പ്ലാൻ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയത് എന്ന് ചോദിക്കാമോ? അങ്ങനെ അറിയാവോ ശ്രീ ഗോകുൽ? എന്തായാലും മുഖ്യമന്ത്രിക്ക് ക്ഷണക്കത്ത് കിട്ടിയിരുന്നല്ലോ അല്ലേ? ഇപ്പം കത്തിന്റെ രീതിയിൽ പുറത്തുവിടാനൊക്കെ അത് എന്തായാലും PM മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കഴിയുകയുള്ളൂ. ഗോകുൽ, എന്താണ് അതിനുള്ള മറുപടി? ഏറ്റവും ബാലിഷ്യം CPM-ന്റെ പ്രതിനിധിയെ ബാലിഷ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്ന് വെച്ചോളൂ. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളോട് ഉണ്ടായിരുന്നോ? മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? മറ്റ് മന്ത്രിമാരുണ്ടായിരുന്നോ? മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. ഇപ്പൊ MP രാജേഷിനെയാണ് ക്ഷണിക്കാതിരുന്നെങ്കിൽ ഈ പറയുന്ന അരുൺകുമാറും അല്ലെങ്കിൽ MP ഗോവിന്ദനും ഇത്രയധികം വൈകാരികമായി ഇതിനകത്ത് പ്രതികരിക്കുമായിരുന്നോ? ഇത്ര വിവാദം ഉണ്ടാവുമായിരുന്നോ? ഈ പറയുന്ന കൃഷ്ണൻകുട്ടിയാണ് മിനിസ്റ്ററെയാണ് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വേദിയിൽ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ രീതിയിലായിരുന്നോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോ ഈ വിവാദം ഉണ്ടാക്കുന്നത് ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾ പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോ ഈ വേദിയിൽ ഞങ്ങൾ ഉണ്ടാകരുത്, സർക്കാർ പ്രതിനിധികൾ ഉണ്ടാവരുത്, ഞങ്ങളുടെ മുഖം നരേന്ദ്രമോദിക്കൊപ്പം BJP-യുടെ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾക്കൊപ്പം ഉണ്ടാകരുത് എന്ന് പറയുന്നത് CPM-ന്റെയും LDF-ന്റെയും അജണ്ടയാണ്. BJP-ക്കൊപ്പം BJP-യുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഈ വേദി പങ്കിട്ടാൽ നിങ്ങൾക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന BJP വിരുദ്ധ, ദേശീയ വിരുദ്ധ വോട്ടുകൾ ചോർന്നു പോകുമെന്ന നിങ്ങളുടെ പേടിയാണ് നിങ്ങളുടെ സർക്കാർ, LDF സർക്കാർ, പിണറായി വിജയൻ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടല്ലോ. അതിൽ ഈ ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചു ഈ പരിപാടിയുടെ ഉദ്ഘാടനം എന്നുള്ളത്, അതിൽ മുഹമ്മദ് റിയാസിന്റെ പേരുമുണ്ട്. അപ്പോ ഞാൻ താങ്കൾക്ക് വീണ്ടും വേദി വിട്ടു തന്നത് ഈ ഒരു ചോദ്യം BJP പ്രതിനിധിയോട് ചോദിക്കാനാണ്. 1 മാസം സമയമുണ്ടായിട്ടും സംസ്ഥാന ഗവൺമെന്റ് തിരിച്ച് മുഹമ്മദ് റിയാസിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചില്ല എന്ന പച്ച നുണ BJP-യുടെ നേതാക്കന്മാർ ഇന്ന് ആവർത്തിക്കുന്നു. ഇന്ന് എന്താ ചോദിച്ചേ? മുഖ്യമന്ത്രിയെ വിളിച്ചു, മരിമോനെയും കുടുംബത്തെയും വിളിച്ചില്ല, അങ്ങനെ വിളിക്കേണ്ട സൗകര്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് BJP-യുടെ വക്താക്കളടക്കം പ്രതികരിക്കുന്നത് താങ്കൾ കേട്ടല്ലോ. എന്നാൽ താങ്കൾ മനസ്സിലാക്കുക, ഒരു തരത്തിലുള്ള ഇൻവിറ്റേഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തത് നിതിൻ ഗഡ്കരി ഒരു കത്താണ്. ആ കത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കേരളത്തിൽ നടക്കാൻ പോകുന്നു, അത് മാർച്ച് മാസം 6-ാം തീയതി എന്ന രൂപത്തിലാണ്. അതിനുശേഷം അത് മാർച്ച് 11-ലേക്ക് മാറി. അല്ലാതെ പ്രോഗ്രാം ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇൻവിറ്റേഷനുമായി ബന്ധപ്പെട്ടോ there is no communication at all. ആകെ വന്നിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡയസ് പ്ലാൻ ആണ്. ആ ഡയസ് പ്ലാൻ വന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ആധികാരികമായി പറയുന്നു.
അല്ല, ഒരു കത്ത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നാൽ ആ കത്ത് സ്വീകരിച്ച് കത്ത് കിട്ടി എന്നതിന്റെ മറുപടി കൊടുക്കും. ആ കത്ത് കിട്ടി എന്നുള്ള മറുപടിയും കൊടുത്തിരുന്നു. എന്നാൽ ഈ ഡയസ് പ്ലാൻ വന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ്. നോട്ട് ചെയ്യുക, ഇന്നലെ ഉച്ചയ്ക്ക്. ഒരു ഡയസ് പ്ലാൻ വന്നാൽ പിന്നെ അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഞാനിപ്പോ താങ്കൾക്ക് അയച്ചു തന്നത് വെറും ഒരു ലെറ്റർ അല്ലല്ലോ, അത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന അല്ല. താങ്കൾ കേൾക്കൂ, ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാം. ഇച്ചിരി വൈകി വന്നു എന്നതേ കുഴപ്പമുള്ളൂല്ലോ. ഞാനങ്ങ് അയച്ചു തന്നത് ഈ ഉദ്ഘാടനത്തിന്റെ ഫലകമാണ്. ഒന്ന് മഞ്ജുഷ, ഒന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഫലകത്തിൽ റൈറ്റ് സൈഡിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പേരിന് താഴെ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ, ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് എന്ന് കൃത്യമായി തന്നെ ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരാൾ എന്തായാലും പ്രോഗ്രാമിന്റെ ഭാഗമായി വരേണ്ടേ? മുഹമ്മദ് റിയാസ് ഇതിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാ? ഈ സംസ്ഥാനത്തിന്റെ PWD മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ്. PWD തന്നെയാണ് ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റിയുമായിട്ട് കരാർ ഒപ്പിട്ടത്. താങ്കൾക്കറിയാമല്ലോ, 2014 ഓഗസ്റ്റ് മാസം 14 തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ വിജ്ഞാപനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയപാത വികസനത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കി. 2014 സെപ്റ്റംബർ മാസം 9 ഈ കേരളത്തിലെ ദേശീയപാത അതോറിറ്റിയുടെ മുഴുവൻ ഓഫീസുകളും അടച്ചുപൂട്ടി ദേശീയപാത അതോറിറ്റി തിരിച്ചുപോയി ഡൽഹിക്ക്. പിന്നെ ഇവിടെ 2 വർഷം കഴിഞ്ഞ് ഭരണമാറ്റം സംഭവിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ചർച്ച നടത്തി, ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം 3 കൊല്ലം കഴിഞ്ഞ് 2019 ജൂൺ മാസത്തിലാണ് ദേശീയപാത അതോറിറ്റി അതിന് സമ്മതിക്കുന്നത്. അതായത് 2014 ഓഗസ്റ്റ് മുതൽ 2019 ജൂൺ മാസം 6 വരെ 5 വർഷം ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നില്ല. നിരന്തര സമ്മർദ്ദവും ഇടപെടലും നടത്തി ഞങ്ങൾ ഈ ദേശീയപാത അതോറിറ്റിക്ക് ഭൂമി ഏറ്റെടുക്കാൻ 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു തരാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം ദേശീയപാത വികസനത്തിന് പണം കൊടുക്കുന്നത് കേരള സംസ്ഥാനമാണ് 2019. അങ്ങനെ പണം കൈമാറാൻ തയ്യാറായി അതിന്റെ സമ്മതപത്രം കൊടുത്തപ്പോ കേരളത്തിലെ PWDയും ദേശീയപാത അതോറിറ്റിയും കരാർ ഒപ്പിട്ട് 25% ഭൂമിക്ക് വേണ്ടിയിട്ട് പണം കൈമാറുന്ന സാഹചര്യമാണ് ഈ ദേശീയപാത ഇപ്പോ ഈ ഉദ്ഘാടനത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2019 പുനരാരംഭിച്ചത്. അപ്പൊ ഫലകത്തിൽ പേര് വന്നു. ആദ്യം എല്ലാ ഘട്ടത്തിലും PWD മിനിസ്റ്റർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിലും ഉൾപ്പെട്ടു. എന്നാൽ സംസ്ഥാന BJP നേതൃത്വം ഇടപെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമ്മർദ്ദം ചെലുത്തി ആ PWD മിനിസ്റ്ററുടെ പേര് വെട്ടിമാറ്റുന്നു. എന്നിട്ടാണ് പറയുന്നത്, 1 മാസം മുമ്പ് നിങ്ങൾക്ക് ക്ഷണക്കത്ത് തന്നില്ലേ, അതിലുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തിയെ പറയാത്തത്? BJP പ്രതിനിധിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. 1 മാസം പോയിട്ട് 2 ദിവസം മുമ്പാണ്, ഇന്ന് 11-ാം തീയതി, 10-ാം തീയതിക്ക് മുമ്പ് 1 ദിവസം മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവിറ്റേഷനോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡയസ് പ്ലാനോ കേരളത്തിന്റെ ഗവൺമെന്റിനോ ഡിപ്പാർട്ട്മെന്റിനോ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വിവരം സംസ്ഥാന സർക്കാരിന് അറിയാൻ പാടില്ലായിരുന്നു അല്ലേ? യെസ്, ഡയസ് പ്ലാൻ വരുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ആ സമയത്ത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഫലകത്തിന്റെ ഫോട്ടോ അടക്കം വരുമ്പോൾ അതിൽ പേരുണ്ടായിരുന്നു. അത് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ വഴി അറിയിക്കേണ്ട എല്ലാ മേഖലയിലും അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഡയസ് പ്ലാനിൽ പിന്നെ തിരുത്തു വരില്ല. അതുപോലെ ഇൻവിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഒരു ഫെഡറലിസത്തിലുള്ള വെല്ലുവിളി ബോധ്യപ്പെട്ടതിന് ശേഷമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.